പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. ഓർക്കണം, വചനം വായിക്കുമ്പോൾ വചനം നമ്മെയും വായിക്കുകയാണ്. ജോഷുവ അധ്യായം 5. ഇസ്രായേൽ ഗിൽഗാലിൽ. ഇസ്രായേല്യർ ജോർദാൻ കടക്കുന്നതുവരെ അതിൻ്റെ ജലം കർത്താവ് അവരെ പ്രതി വറ്റിച്ചതായി ജോർദാന് മറുകരെ പടിഞ്ഞാറുള്ള എല്ലാ അമോറി രാജാക്കന്മാരും സമുദ്രത്തോട് ചേർന്നുള്ള എല്ലാ കാനാൻ രാജാക്കന്മാരും കേട്ടപ്പോൾ അവരുടെ മനസ്സിടിഞ്ഞു. ഇസ്രായേല്യർ മൂലം പിന്നീട് അവരിൽ ധൈര്യമുണ്ടായില്ല. അക്കാലത്ത് കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തു, നീ നിനക്കായി കൽക്കത്തികൾ ഉണ്ടാക്കി വീണ്ടും 2-ാം പ്രാവശ്യം ഇസ്രായേൽ പുത്രന്മാരെ പരിച്ഛേദനം ചെയ്യുക. ജോഷുവ തനിക്കായി കൽക്കത്തികൾ ഉണ്ടാക്കി ഇസ്രായേൽ പുത്രന്മാരെ ഗിബയത്ത് ഹാറോലോത്തിൽ പരിച്ഛേദനം ചെയ്തു. ജോഷുവ പരിച്ഛേദനം ചെയ്തതിൻ്റെ കാര്യം ഇതാണ്: ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട പുരുഷന്മാരായ സകല യോദ്ധാക്കളും ഉൾപ്പെടുന്ന ജനമെല്ലാം ഈജിപ്തിൽ നിന്നുള്ള അവരുടെ